ടെക് ട്രാവൽ റെക്കോർഡ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഈ വീഡിയോ പൊട്ടിയ ടാങ്ക് ഒട്ടിക്കുന്ന സെക്കൻഡ് വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോ ചെയ്തിരിക്കുന്നത് കുറച്ച് ചിലവ് കുറഞ്ഞ രീതിയിലാണ്. അത് കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഫൈബറിംഗ് ചെയ്ത് പൊട്ടിയ ടാങ്ക് ഒട്ടിക്കുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണുവാൻ പോകുന്നത്. ഫസ്റ്റ് വീഡിയോയിൽ ടാങ്ക് ഒട്ടിച്ചതിന് ശേഷം വെള്ളം നിറയ്ക്കുന്നതിന് മുമ്പ് ഈ ടാങ്ക് മറിഞ്ഞ് നിലത്ത് വീഴുകയും അങ്ങനെ സംഭവിച്ച പൊട്ടലുമാണ് നിങ്ങളീ കാണുന്നത്. ഇത് നമുക്കൊന്ന് ഒട്ടിച്ചു നോക്കാം. ആദ്യം ഒട്ടിക്കേണ്ട ഭാഗം ഇതുപോലത്തെ പേപ്പർ ഉപയോഗിച്ച് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കണം. ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഫൈബറിങ് ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഫൈബർ മാറ്റാണ്. അടുത്ത ഐറ്റം റെസിനാണ്. ഇതൊരു ലിക്വിഡാണ്. ഇതിൻ്റെ പേര് കൊബാൾട്ട്. ഇത് നീല നിറത്തിലുള്ള ലിക്വിഡാണ്. അടുത്തത് കാറ്റലിസ്റ്റ്. ഇത് വൈറ്റ് ലിക്വിഡാണ്. ഇത് ചോക്ക് പൊടിയാണ്. ഫൈബറിങ് ചെയ്യുമ്പോൾ കളർ ആവശ്യമുള്ളവർക്ക് കളർ ഉപയോഗിക്കാം. ഞാനിതിൽ കളറൊന്നും ഉപയോഗിക്കുന്നില്ല. അതുപോലെ തന്നെ ഗ്ലൗസും മാസ്കും മസ്റ്റായിട്ട് ഉപയോഗിക്കുക. ഇത്രയും ഐറ്റങ്ങൾ വാങ്ങിക്കുവാൻ വേണ്ടി വന്ന ചെലവ് 200 രൂപയാണ്. അടുത്തതായിട്ട് ഫൈബറിംഗ് ചെയ്യാൻ വേണ്ട കെമിക്കലുകൾ മിക്സ് ചെയ്യാം. ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് ആദ്യം റെസിൻ കുറച്ചൊഴിക്കാം. അതിനുശേഷം കുറച്ച് ചോക്ക് പൊടി ചേർക്കണം. ചോക്ക് പൊടിക്ക് നീല കളർ വന്നത് കൊബാൾട്ട് അതിനകത്ത് ഇറക്കി വെച്ചിരുന്നതുകൊണ്ടാണ്. ചോക്ക് പൊടിക്ക് വൈറ്റ് കളറാണ്. റെസിനും ചോക്ക് പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കൊബാൾട്ട് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇത് നീല കളറിലുള്ള ലിക്വിഡാണ്. കൊബാൾട്ട് ഒഴിച്ചതിന് ശേഷം വീണ്ടും മിക്സ് ചെയ്യാം. കളർ ചേർക്കേണ്ടവർക്ക് അതിന് ശേഷം കളറും കൂടി ആഡ് ചെയ്യാം. വേറെ ഒരു പാത്രം കൂടി ആവശ്യമാണ്. ഇത് കുറച്ച് ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് കുറച്ച് കാറ്റലിസ്റ്റും കൂടെ ചേർക്കണം. ഇത് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടിച്ച് തീർക്കണം, ഇല്ലെങ്കിൽ അത് സെറ്റായി പോകും. ഇത് മിക്സ് ചെയ്യേണ്ട അളവ് ഞാനൊന്നുകൂടെ പറഞ്ഞുതരാം. 1 ലിറ്റർ റെസിന്, ആ റെസിൻ്റെ ജാറുണ്ടല്ലോ അതിൻ്റെ അടപ്പിന് ഒരടപ്പ് കൊബാൾട്ട്, അതുപോലെ തന്നെ ഒരടപ്പ് കാറ്റലിസ്റ്റ്. ആ ഒരു അനുപാതത്തിലാണ് ഇത് മിക്സ് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ചാണ് എടുത്തേക്കുന്നത്. നിങ്ങൾ ആ ഒരു അളവിലെടുത്ത് മിക്സ് ചെയ്താൽ മതി. ഇവിടെ ഈ ഒരു അളവ് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. ഈ മിക്സ് ചെയ്ത കെമിക്കൽ നമുക്ക് ടാങ്കിലേക്ക് അടിക്കാം. ഫസ്റ്റ് കോട്ട് അടിച്ചു കഴിഞ്ഞു.
അടുത്തതായിട്ട് ഫൈബറിൻ്റെ മാറ്റ് ചെറിയ പീസുകളാക്കി ആ ടാങ്ക് പൊട്ടിയതിൻ്റെ മുകളിലൂടെ വെച്ച് കൊടുക്കാം. അതിനുശേഷം വീണ്ടും മിക്സ് ചെയ്ത കെമിക്കൽ അവിടെ അപ്ലൈ ചെയ്യാം. ഇത് കാറ്റലിസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം അടിക്കാൻ താമസിച്ചുകൊണ്ട് സെറ്റായി പോയതാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടിക്കാൻ ശ്രദ്ധിക്കുക. ടാങ്കിൻ്റെ ഉൾഭാഗത്തും ഒരു കോട്ട അടിച്ചിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ലെയറാണ്. ഈ ആദ്യത്തെ പാത്രത്തിൽ മിക്സ് ചെയ്ത് വെക്കുന്നത് നമുക്ക് അടിക്കാൻ ആവശ്യത്തിനുള്ളത് രണ്ടാമത്തെ പാത്രത്തിലേക്ക് എടുത്ത് അതിൽ കാറ്റലിസ്റ്റ് ചേർത്ത് അടിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് മൊത്തത്തിൽ കാറ്റലിസ്റ്റ് ചേർത്താൽ പെട്ടെന്ന് സെറ്റായി പോകും, അതുകൊണ്ടാണ്. ഫൈബറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഉണങ്ങിയതിന് ശേഷം വെള്ളം നിറയ്ക്കാം. വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ടാങ്ക് നിറഞ്ഞിട്ടുണ്ട്, ലീക്കൊന്നും കാണുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.